നമസ്കാരം. ആധുനിക നാവിക പ്രതിരോധ രംഗത്ത് വൻ ശക്തിയായിക്കൊണ്ടിരിക്കുന്ന ചൈന തങ്ങളുടെ വ്യോമ നാവികശേഷിയിൽ വരുത്തുന്ന അത്ഭുതപൂർവമായ കുതിച്ചുചാട്ടം ആഗോളതലത്തിൽ പ്രത്യേകിച്ച് ഇൻഡോ പസഫിക് മേഖലയിൽ വൻ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിമാനവാഹിനി കപ്പലുകൾക്കായി കേവലം യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിനും അപ്പുറം അത്യാധുനിക സാങ്കേതികവിദ്യ സമഗ്രമായി കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു 5 അംഗ വിമാനവാഹിനി വ്യോമസേന അഥവാ കാരിയർ 5 പീസ് സെറ്റ് വികസിപ്പിക്കുന്നതിലാണ് ബെയ്ജിംഗ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ചൈനീസ് പ്രതിരോധ നിർമ്മാണ രംഗത്തെ പ്രമുഖരായ ഷെൻയാങ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ്റെ വ്യാവസായിക ശേഷിയും അവരുടെ അത്യാധുനിക നിർമ്മാണ സമുച്ചയങ്ങളും ഈ നീക്കത്തിന് വലിയ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത്. ഈ തന്ത്രപരമായ മാറ്റം കേവലം ചൈനയുടെ മാത്രം സൈനിക ശേഷിയുടെ പ്രദർശനമല്ല, മറിച്ച് ദക്ഷിണേഷ്യയിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും സുരക്ഷാ സമവാക്യങ്ങളെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങളെ സാരമായി ബാധിക്കുന്ന ഒന്നാണ്. ചൈന മുന്നോട്ട് വയ്ക്കുന്ന ഈ 5 അംഗ വ്യോമസേനാ സങ്കല്പം അമേരിക്കൻ നാവികസേനയുടെ വ്യോമ വിഭാഗത്തിൻ്റെ പ്രവർത്തന ശൈലിയോട് ഏറെ സാമ്യമുള്ളതാണ്. 5 പ്രത്യേകതരം വിമാനങ്ങൾ അടങ്ങുന്നതാണ് ഈ സംവിധാനം. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള J-35 വിമാനം, ഉപരിതല യുദ്ധങ്ങൾക്ക് കരുത്ത് പകരുന്ന J-50T ഭാരമേറിയ യുദ്ധവിമാനം, വായുവിൽ നിന്നുള്ള മുൻകൂട്ടി മുന്നറിയിപ്പുകൾ നൽകൽ സംവിധാനങ്ങളുള്ള KJ-600, ശത്രുവിൻ്റെ റഡാറുകളെയും തരംഗങ്ങളെയും തടസ്സപ്പെടുത്തുന്ന ഇലക്ട്രോണിക് വാർഫെയർ വിമാനമായ J-15D, അന്തർവാഹിനികളെ ചെറുക്കാൻ ശേഷിയുള്ള Z-20F ഹെലികോപ്റ്റർ എന്നിവയാണ് ഈ 5 അംഗ സംഘത്തിലുള്ളത്. ചൈനീസ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വിശകലന പ്രകാരം ഈ 5 വിഭാഗങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതോടെ ചൈനീസ് വിമാനവാഹിനി സ്ട്രൈക്ക് ഗ്രൂപ്പുകൾക്ക് സർവ്വവ്യാപിയായ യുദ്ധശേഷി കൈവരിക്കാൻ സാധിക്കും. നിലവിൽ ചൈനയുടെ പക്കലുള്ള 3 വിമാനവാഹിനികളിൽ വൈദ്യുതകാന്തിക ലോഞ്ചറുകൾ ഘടിപ്പിച്ച ഫുജിയാൻ എന്ന കപ്പലിന് മാത്രമാണ് ഈ സമ്പൂർണ്ണ സംഘത്തെ മുഴുവൻ ശേഷിയോടെയും വഹിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ചൈനയുടെ ഈ മുന്നേറ്റം അവരുടെ സ്വന്തം നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കാജനകമായ കാര്യം. തങ്ങൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന അത്യാധുനിക യുദ്ധവിമാനങ്ങൾ, പ്രത്യേകിച്ച് J-35 വിമാനങ്ങൾ പാകിസ്ഥാൻ പോലുള്ള അയൽ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ ചൈന തയ്യാറെടുക്കുകയാണ്. ചൈനയുടെ വിമാന നിർമ്മാണ ശേഷി 2027ഓടെ പ്രതിവർഷം 100 കണക്കിന് വിമാനങ്ങളിലേക്ക് ഉയരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പാകിസ്ഥാൻ ഈ J-35 സ്റ്റെൽത്ത് വിമാനങ്ങളും KJ-500 മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്ന വിമാനങ്ങളും സ്വന്തമാക്കിയാൽ അത് മേഖലയിലെ വ്യോമ നിയന്ത്രണ സമവാക്യങ്ങളെ പാടെ മാറ്റിമെഴുതും. ഭാവിയിൽ പാകിസ്ഥാനുമായി ഏതെങ്കിലും തരത്തിലുള്ള അതിർത്തി തർക്കങ്ങളോ ഏറ്റുമുട്ടലുകളോ ഉണ്ടായാൽ ഇന്ത്യക്ക് പരോക്ഷമായി നേരിടേണ്ടി വരുന്നത് ചൈനയുടെ അത്യാധുനിക വ്യോമ സാങ്കേതിക വിദ്യയായിരിക്കുമെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനു പുറമെ വിമാനവാഹിനി കപ്പലുകളുടെ നിർമ്മാണത്തിലും വിന്യാസത്തിലും ചൈന കൈവരിക്കുന്ന ഈ വ്യാപ്തി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ അവരുടെ നിരന്തരമായ സാന്നിധ്യത്തിന് വഴിതെളിക്കും. ചൈനയുടെ നാവികസേന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ദീർഘകാലത്തേക്ക് താവളമടിക്കുന്നത് ഇന്ത്യയുടെ പരമ്പരാഗതമായ പ്രാദേശിക ആധിപത്യത്തിന് കടുത്ത ഭീഷണിയാണ്. ഇന്ത്യയുടെ പക്കലുള്ള നിലവിലെ വിമാനവാഹിനി കപ്പലുകൾ സ്കൈ ജമ്പ് രീതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ഭാരമേറിയ വിമാനങ്ങളെയും ഇന്ധനത്തെയും വഹിച്ചുകൊണ്ട് വേഗത്തിൽ പറന്നു വരാൻ സഹായിക്കുന്ന കാറ്റാപോൾട്ട് അധിഷ്ഠിത സംവിധാനത്തിലേക്ക് ചൈന മാറുമ്പോൾ സാങ്കേതികമായി അവർക്ക് വലിയൊരു മേൽക്കൈ ലഭിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സ്വന്തം നാവിക വ്യോമശേഷി അതിവേഗം നവീകരിക്കേണ്ടത് ഭാരതത്തിൻ്റെ അടിയന്തര ആവശ്യമായി മാറുകയാണ്. ഇന്ത്യയുടെ തദ്ദേശീയമായ ട്വിൻ എൻജിൻ ഡെക്ക് അധിഷ്ഠിത യുദ്ധവിമാനങ്ങളുടെയും 5ാം തലമുറ യുദ്ധവിമാനമായ AMCA-യുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കേണ്ടതുണ്ട്. കൂടാതെ നിലവിലുള്ള നാവിക തന്ത്രങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് അത്യാധുനിക വൈദ്യുതകാന്തിക ലോഞ്ചറുകളുള്ള 3ാമതൊരു വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യ ഗൗരവമായി ചിന്തിക്കേണ്ട സമയമാണിത്. ചൈനയുടെ ഈ 5 അംഗ വ്യോമസേനാ സങ്കല്പം യഥാർത്ഥ യുദ്ധ സാഹചര്യങ്ങളിൽ എത്രത്തോളം കാര്യക്ഷമമാണെന്ന് ഇനിയും പൂർണ്ണമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും അവരുടെ വ്യാവസായിക ഉൽപ്പാദന ശേഷിയും തന്ത്രപരമായ മുന്നേറ്റം നൽകുന്ന മുന്നറിയിപ്പ് വ്യക്തമാണ്. അതിനാൽ നാവിക രംഗത്തെ പരമാധികാരവും സമുദ്ര സുരക്ഷയും നിലനിർത്താൻ ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ പദ്ധതികൾ പുനഃപരിശോധിക്കുകയും ഭാവിയെ ലക്ഷ്യമാക്കിയുള്ള സാങ്കേതിക വിദ്യകൾ അടിയന്തരമായി നടപ്പിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതിർത്തി പ്രദേശങ്ങളിലും ചൈന നടത്തിവരുന്ന അത്ഭുതപൂർവമായ സൈനിക വികസനവും പ്രത്യേകിച്ച്
അവരുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുത്തിയിട്ടുള്ള നാവിക മുന്നേറ്റവും ഇന്ത്യയുടെ സുരക്ഷാ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ചൈന തങ്ങളുടെ വ്യോമനാവിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പാകിസ്ഥാൻ അടക്കമുള്ള അയൽ രാജ്യങ്ങൾക്ക് ഈ സാങ്കേതികവിദ്യ കൈമാറുന്നത് ഏഷ്യൻ മേഖലയിൽ പുതിയൊരു ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിക്കാണ് വഴിവെക്കുന്നത്. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ പരമാധികാരവും സമുദ്ര സുരക്ഷയും നിലനിർത്തുന്നതിനായി ബഹുമുഖമായ പ്രതിരോധ തന്ത്രങ്ങളാണ് ഇന്ത്യ നിലവിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെയും നാവികസേനയുടെയും ആധുനികവൽക്കരണവും തദ്ദേശീയ സാങ്കേതിക വിദ്യകളുടെ വികസനവുമാണ് പ്രതിരോധ രംഗത്ത് ഇന്ത്യ മുൻഗണന നൽകുന്ന പ്രധാന മേഖല. ചൈനയുടെ J-35 സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് മറുപടിയായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതി വേഗത്തിലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. കൂടാതെ ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പ്രവർത്തിപ്പിക്കാൻ പാകത്തിലുള്ള ട്വിൻ എൻജിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ വിമാനങ്ങളുടെ നിർമ്മാണവും പുരോഗമിക്കുന്നു. നിലവിലുള്ള INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നീ വിമാനവാഹിനികൾക്ക് പുറമെ കാറ്റപോൾട്ട് സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തിയിട്ടുള്ള മൂന്നാമതൊരു അത്യാധുനിക വിമാനവാഹിനി നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ നിർണായകമായ തീരുമാനങ്ങളിലേക്ക് കടക്കുകയാണ്. സമുദ്ര നിരീക്ഷണ രംഗത്തും അന്തർവാഹിനി വിരുദ്ധ പോരാട്ടങ്ങളിലും കൈവരിച്ച സാങ്കേതിക മേൽക്കൈ ഇന്ത്യയുടെ പ്രതിരോധത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും നീക്കങ്ങൾ തത്സമയം നിരീക്ഷിക്കുന്നതിനായി അമേരിക്കയിൽ നിന്നുള്ള P-8I പോസിഡോസ് വിമാനങ്ങളും അത്യാധുനിക MH-60R സീഹോക്ക് ഹെലികോപ്റ്ററുകളും ഇന്ത്യ ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട്. ശത്രുക്കളുടെ അന്തർവാഹിനികളെ ദൂരത്തു നിന്ന് തന്നെ കണ്ടെത്തി നശിപ്പിക്കാൻ ശേഷിയുള്ള കൽവരി ക്ലാസ് അന്തർവാഹിനികളും തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആണവ അന്തർവാഹിനികളും ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധത്തിന് കരുത്തേകുന്നു. ഒപ്പം ദീർഘദൂര ആക്രമണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കുമായി പ്രഡേറ്റർ ഡ്രോണുകൾ സ്വന്തമാക്കുന്നതിനൊപ്പം തദ്ദേശീയമായ ഡ്രോൺ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കേവലം സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ മാത്രം ഒതുങ്ങാതെ അന്താരാഷ്ട്ര നയതന്ത്ര കൂട്ടായ്മകളിലൂടെ ചൈനയുടെ ഏകപക്ഷീയമായ കടന്നുകയറ്റങ്ങൾ തടയാനും ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളടങ്ങുന്ന ക്വാഡ് സഖ്യം വഴി ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സ്വതന്ത്രവുമായ നാവിക ഗതാഗതം ഉറപ്പാക്കാൻ ഇന്ത്യ മുൻകൈയെടുക്കുന്നു. മലബാർ നാവിക അഭ്യാസം പോലുള്ള സംയുക്ത സൈനിക പരിശീലനങ്ങളിലൂടെയും പരസ്പര സഹകരണ കരാറുകളിലൂടെയും തന്ത്രപരമായ നാവികപാതകളിൽ പ്രത്യേകിച്ച് മലാക്ക കടലെടുക്ക് പോലെയുള്ള മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ സാങ്കേതിക പുരോഗതിയും സൈനിക ആധുനികവൽക്കരണവും അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളും കൃത്യമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് ചൈന ഉയർത്തുന്ന വെല്ലുവിളികളെ ഇന്ത്യ പ്രതിരോധിക്കുന്നത്. ചൈന വികസിപ്പിച്ചെടുത്ത 5 അംഗ വിമാനവാഹിനി വ്യൂഹത്തിന് സമാനമായ പൂർണ്ണസജ്ജമായൊരു വ്യൂഹം നിലവിൽ ഇന്ത്യക്ക് സ്വന്തമായില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇതിന് പ്രധാനമായും സാങ്കേതികവും അടിസ്ഥാന സൗകര്യപരവുമായ ചില കാരണങ്ങളുണ്ട്. ഇന്ത്യയുടെ നിലവിലുള്ള വിമാനവാഹിനി കപ്പലുകളായ INS വിക്രമാദിത്യയും INS വിക്രാന്തും സ്കൈ ജംപ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നവയാണ്. ചൈനയുടെ പുതിയ കപ്പലുകളിലുള്ളതുപോലെ വലിയ ഭാരമുള്ള വിമാനങ്ങളെ വേഗത്തിൽ പറന്നുയരാൻ സഹായിക്കുന്ന കാറ്റപോൾട്ട് സംവിധാനം ഇന്ത്യയുടെ പക്കലില്ല. വിമാനവാഹിനികളിൽ നിന്ന് പ്രവർത്തിപ്പിക്കാൻ ശേഷിയുള്ള അത്യാധുനിക സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും വലിയ നിരീക്ഷണ വിമാനങ്ങളും തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ ഇപ്പോഴും ഗവേഷണ ഘട്ടത്തിലാണ്. ചൈനയുടെ 5 അംഗ വ്യൂഹത്തിലെ പ്രധാന ഘടകങ്ങളായ J-35 സ്റ്റെൽത്ത് വിമാനങ്ങൾക്കും ഭാരമേറിയ J-15T വിമാനങ്ങൾക്കും പകരമായി ഇന്ത്യ നിലവിൽ റഷ്യൻ നിർമ്മിത MiG-29K യുദ്ധവിമാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. വ്യോമ പ്രതിരോധത്തിനും ആക്രമണങ്ങൾക്കും ഇവ മികച്ചതാണ് എങ്കിൽ കൂടി ചൈനീസ് വിമാനങ്ങളുടെ അത്രയും പ്രഹരശേഷിയോ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയോ ഇവയ്ക്കില്ല. ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് അത്യാധുനിക റഫാൽ M നാവിക യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള നടപടികളിലാണ്. ഈ വിമാനങ്ങൾ എത്തുന്നതോടെ ഇന്ത്യൻ നാവികസേനയുടെ ആക്രമണശേഷി ഗണ്യമായി വർദ്ധിക്കും. കൂടാതെ ഭാവിയിൽ ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന ട്വിൻ എൻജിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ വിമാനങ്ങൾ നാവികസേനയുടെ ഭാഗമാകുന്നതോടെ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിക്കും. വായുവിൽ നിന്ന് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്നതിനായി ചൈന ഉപയോഗിക്കുന്ന KJ-600 പോലെയുള്ള വലിയ ഫിക്സ്ഡ് വിങ് വിമാനങ്ങൾ ഇന്ത്യയുടെ പക്കലില്ല. സ്കൈ ജമ്പ് രീതിയിലുള്ള കപ്പലുകളിൽ നിന്ന് ഇത്തരം വലിയ വിമാനങ്ങൾ പറന്നുവരാൻ സാധിക്കാത്തതിനാൽ റഡാർ ഘടിപ്പിച്ച കമോവ് KA-31 പോലെയുള്ള ഹെലികോപ്റ്ററുകളെയാണ് ഇന്ത്യ ഇതിനായി ഉപയോഗിക്കുന്നത്. എന്നാൽ ഫിക്സ്ഡ് വിങ് വിമാനങ്ങളെ അപേക്ഷിച്ച് ഹെലികോപ്റ്ററുകൾക്ക് പറക്കാൻ കഴിയുന്ന ഉയരത്തിനും നിരീക്ഷിക്കാൻ കഴിയുന്ന ദൂരത്തിനും പരിമിതികളുണ്ട്.
അതുപോലെ തന്നെ ശത്രുക്കളുടെ റഡാറുകളും ആശയവിനിമയ സംവിധാനങ്ങളും തകർക്കുന്നതിനുള്ള ചൈനയുടെ J-50D വിമാനങ്ങൾക്ക് സമാനമായ പ്രത്യേക ഇലക്ട്രോണിക് വാർഫെയർ വിമാനങ്ങളും ഇന്ത്യക്കില്ല. പകരം റഫാൽ പോലെയുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇലക്ട്രോണിക് പ്രതിരോധ സംവിധാനങ്ങളെയാണ് ഇന്ത്യ ആശ്രയിക്കുന്നത്. അതേസമയം ശത്രുക്കളുടെ അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കുന്ന കാര്യത്തിൽ ചൈനയ്ക്ക് സമാനമായ അല്ലെങ്കിൽ അവരെക്കാൾ മികച്ച സംവിധാനങ്ങൾ ഇന്ത്യക്കുണ്ട്. അമേരിക്കയിൽ നിന്ന് വാങ്ങിയ അത്യാധുനിക MH-16R റോമിയോ സീഹോക്ക് ഹെലികോപ്റ്ററുകളും റഷ്യൻ നിർമ്മിത കമോവ് ഹെലികോപ്റ്ററുകളും ഈ ദൗത്യം അതിവിദഗ്ധമായി നിർവഹിക്കാൻ പ്രാപ്തമാണ്. ചുരുക്കത്തിൽ ചൈനയുടെ വ്യൂഹത്തിന് സമാനമായ ഒരു കൃത്യം പകർപ്പ് ഇന്ത്യക്കില്ലെങ്കിലും ലഭ്യമായ ഹെലികോപ്റ്ററുകളും അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് തങ്ങളുടെ വിമാനവാഹിനികളുടെ പ്രതിരോധവും ആക്രമണശേഷിയും ഇന്ത്യ മികച്ച രീതിയിൽ തന്നെ ഉറപ്പാക്കുന്നുണ്ട്. കാറ്റപോൾട്ട് സംവിധാനമുള്ള മൂന്നാമതൊരു വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുകയും തദ്ദേശീയമായ നാവിക സ്റ്റെൽത്ത് വിമാനങ്ങളും വലിയ നിരീക്ഷണ ഡ്രോണുകളും വികസിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ഭാവിയിൽ ഇന്ത്യക്ക് സ്വന്തമായി ഇത്തരമൊരു സമ്പൂർണ്ണ വ്യൂഹം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.